അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ശബരിമലയിലെ ആചാരലംഘനത്തിന് കൂട്ടുനിന്നവരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടകർ. ഒപ്പം നവോത്ഥാന മതില് പണിതത് ഇവരാണ്. ഇവർക്ക് അയ്യപ്പനിലോ ശബരിമലയിലോ തരിമ്പും വിശ്വാസമില്ലെന്ന് ഇവരുടെ ചെയ്തികളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രൂവ്ഡാണത്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായി അയ്യപ്പ സംഗമം നടത്താനുള്ള അവകാശം ഇവർക്കുണ്ടോ? ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയതിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ CPM തരം താഴ്ത്തിയ ദിവസം കൂടിയാണിന്ന്. കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവുമായ KT പ്രമീളയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. ഇവരാണ് 3000 പേരെ പങ്കെടുപ്പിച്ച് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഇത്, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. അനിലമ്പേറെ, എന്തോന്ന് വിരോധാഭാസമാണ് നിങ്ങൾ പറയുന്നത്? നോക്കൂ, ഇത് CPM നടത്തുന്ന ഒരു സംഗമമാണോ? ആണോ അല്ലല്ലോ. നോക്കൂ, അനിലമ്പേർ ഒന്ന് വിചാരിക്കണം. അല്ല, ഞാൻ പറയുന്ന നോക്കൂ, ഈ സംഗമം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. വളരെ കറക്റ്റായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മുന്നിൽ നിർത്തി കളിക്കുന്നു. ആ പാവപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നേരത്തെ കോൺഗ്രസിലായിരുന്നു. അദ്ദേഹം കോൺഗ്രസിലെ ശല്യം കാരണം CPM-ൽ രാഷ്ട്രീയ അഭയം തേടിയ വ്യക്തിയാണ്. ആ ചെറുപ്പക്കാരനെ മുന്നിൽ നിർത്തിയാണ് ഈ കളിക്കുന്നത്. ഞാൻ ഈ അഡ്വക്കേറ്റ് PS പ്രശാന്തുമായിട്ട് ഇന്നും സംസാരിച്ചതാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയുന്നില്ല. പ്രശാന്ത് പറഞ്ഞു CPM ആണ് പറഞ്ഞു ചെയ്തതെന്ന് ആണെന്ന് പറഞ്ഞു. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സംഗമം നടത്തി നിങ്ങൾ വയ്ക്കൂ. ഇത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യതിചലിക്കാനോ, അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ, അല്ലെങ്കിൽ ശബരിമലയുടെ ഏതെങ്കിലും ഒരു സ്വഭാവ ഘടന മാറ്റാനോ, അല്ലെങ്കിൽ ഹിന്ദുക്കളെ അല്ല മറ്റു ജാതിക്കാരെ കയറ്റാനുള്ള ഒരു വേദിയാക്കാനോ അല്ലല്ലോ ഈ സംഗമം. ആണോ? അല്ലല്ലോ. ഇപ്പൊ ഉല്ലാസ് ബാബു ഇവിടെ പല കാര്യം പറഞ്ഞു. ഇത് ഉദ്ദേശ ലക്ഷ്യമുണ്ട്. സംഗമത്തിന് വെച്ചാൽ ശബരിമലയിലെ ഒരു വികസനത്തിന് ഒരു അനിവാര്യമാണ്. ഞാൻ ഒരു നിസ്സാര കാര്യം 9 വർഷം ഉറങ്ങുകയായിരുന്നു. ഇറങ്ങാൻ പോകുന്ന സമയത്താണോ, ആ ഇരപ്പിടത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ശബരിമല വികസിപ്പിക്കണമെന്ന് തോന്നിയത്? കഴിഞ്ഞ 9 വർഷം എന്തെടുക്കുകയായിരുന്നു സാർ? നിങ്ങൾ പറയുന്നേക്കൂ താങ്കൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഈ 9 വർഷം പിണറായി ആണല്ലോ 2 ടേമായിട്ട് ഭരിച്ചത്, കേരളം ഭരിച്ചത് അല്ലെ? ഈ 9 വർഷം ശബരിമല വികസനത്തെ കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാത്ത ആൾക്കാർ ഇപ്പോ അവസാനം ഇറങ്ങാൻ സമയമായപ്പോ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് എന്തിനാണ്? ഇറങ്ങാൻ സമയം നിങ്ങൾ ആര് പറഞ്ഞു? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? 2ാം പിണറായി സർക്കാർ അല്ല, ഇറങ്ങാനൊന്നും ആയില്ല. അത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കൂ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സംഗമം നടക്കുമ്പോഴത്തേക്ക് അത് നടക്കുന്നത് പമ്പയാറ്റിന്റെ തീരത്താണ്. ഇപ്പൊ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എത്ര ആയിന്ന് അറിയാമോ? വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ ഒട്ടുമിക്ക സ്ഥലത്തുനിന്നും വന്നിട്ടുള്ള 8,000 ചില്ലവന് ഇപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതില് നമ്മൾ സെലക്ട് ചെയ്ത് 3000 പേര് വന്നതിന് ഞാൻ പറയുന്നത് BJPക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഈ ഒരു സംഗമം നടക്കുന്നുണ്ട്. ഇവിടുത്തെ BJPക്കും അതുപോലെ ഇത് കോൺഗ്രസിനും എന്തിനാ ഇത്ര വേവലാതി? ഇത് നടക്കട്ടെന്നേ. ഇത് നടത്തുന്നത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ലല്ലോ. ഇവിടുത്തെ ഹിന്ദു ആചാരപ്രകാരം ഒരു ഇത് വച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വച്ചിട്ടുണ്ട്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എന്താ ഇത്ര ബേജാറ്? അത് നടത്തട്ടെ. നിങ്ങൾ പറയുന്നത് 20-ാം തീയതി കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അവിടെ ചർച്ച ചെയ്യാം. അപ്പം നിങ്ങൾ ഒരു 20-ാം തീയതി ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ വേവലാതി? നിങ്ങൾ വോട്ട് ബാങ്ക് ചോർന്നു, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ
ആദ്യം ഉല്ലാസ് ബാബു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ BJPയിലെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള സാറ് നിങ്ങളെ യോഗത്തിൽ തന്നെ പറഞ്ഞത് ഇതാ ഒരു സുവർണ അവസരം കിട്ടിയിരിക്കുന്നു, ഇത് മാക്സിമം യൂട്ടിലൈസ്. അതുപോലെയൊന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടില്ലല്ലോ, ഉണ്ടോ? ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ CPM അല്ലല്ലോ നടത്തുന്നത്. CPM അല്ല നടത്തുന്നത്, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. എന്നാണാവോ ആധ്യാത്മികതയിൽ അഭിരമിക്കാൻ തോന്നിയത്? നിങ്ങൾക്കൊക്കെ എപ്പോഴാ ഈ വിശ്വാസവും ഭക്തിയൊക്കെ വന്നത്? അല്ല അദ്ദേഹം ഇന്ത്യൻ അല്ല നമ്മളാരെന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വാസത്തിൻ്റെയോ ഭക്തിയുടെയോ വ്യതിചലിതത്തിന് അല്ല ഈ സംഗമം നടത്തുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറ്റും, BJPക്ക് ആരാണ് അട്ടിപ്പേർ? അമ്പലത്തിൽ പോകുന്നത് ശബരിമലയാണോ വികസിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ മന്ത്രിമാരുടെ വികസിക്കാൻ പോകുന്നത്? കാരണം കോടികളുള്ള വ്യവസായികളെയൊക്കെയാണല്ലോ നിങ്ങൾ പ്രമുഖരായി ക്ഷണിച്ചുകൊണ്ടിരുത്തുന്നത്. അപ്പൊ ശബരിമല വികസനമാണോ അല്ലെങ്കിൽ ഇവരുടെ കീഴ്ചയുടെ വികസനമാണോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. നോക്കൂ, അല്ല, ഏത് രീതിയിലാണ് വികസിപ്പിക്കാൻ പോകുന്നത്? ശബരിമലയെ ഏത് രീതിയിലാണ് നിങ്ങൾ വികസിപ്പിക്കാൻ പോകുന്നത്? ഈ 9 വർഷം ശബരിമലയിൽ എത്തുന്ന കോടാനുകോടി ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഏർപ്പെടുത്താത്ത ഒരു ഭരണകൂടം, ഒരു സർക്കാർ, ഇനി ഈ ശേഷിക്കുന്ന സമയം എന്ത് വികസനമാണ് ശബരിമലയിൽ നടത്താൻ പോകുന്നത്? അതുകൂടി ഒന്ന് താങ്കൾ പറഞ്ഞു. കഴിഞ്ഞ സീസൺ നിങ്ങൾ ഞാനൊരു കാര്യം പറ്റേ കഴിഞ്ഞ സീസണിൽ ശബരിമല സീസണിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിട്ടോ? നിങ്ങൾ മാധ്യമങ്ങൾക്ക് നിന്നല്ലോ, എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ജനങ്ങൾക്ക് കറക്റ്റായിട്ട് അവർ റേസ് ചെയ്ത അംഗങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൊടുക്കേണ്ട ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എവിടെയെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ആരോപണയുടെ കാര്യം പറയും, അല്ലെങ്കിൽ അവിടെ ഭക്തജനങ്ങൾക്ക് തള്ളലും ബഹളമാണെന്ന്. ഒരു നിമിഷം ഉല്ലാസ് ബാബുവിനെ അനുവദിക്കൂ. അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്. ഒരു സംശയം ഒന്ന് വിധേയമാകൂ. പറ്റില്ല. ഉല്ലാസ് ബാബു പറഞ്ഞപ്പോഴെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉല്ലാസ് ബാബു പറഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നല്ലോ. BJP അങ്ങനെ അട്ടിപ്പേരൊന്നും എടുക്കണ്ട. ഇവിടുത്തെ ഹിന്ദുക്കളെ എല്ലാം കൂടി ഹിന്ദുക്കൾ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് അധികാരം? ഞാൻ പറയുന്നേറ്റു ഞാൻ ഒരു കാര്യം പറയുന്നത്, BJPയിലെ ഒരു ഇത് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യക്കകത്ത് ഒരു വോട്ട് പിടിച്ചു. അതുപോലെയൊന്നും മാർക്സിസ്റ്റ് പാർട്ടി പോയിട്ടില്ല, ഇടതുപക്ഷം പോയിട്ടില്ല. അങ്ങനെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു അയ്യപ്പ സംഗമം നടക്കുമ്പോ ഹിന്ദുക്കളെ വോട്ടാണെന്ന് സതീഷ് പ്രസന്റ് അപ്പോ ജനുവരി 1-ാം തീയതി കെട്ടിയ നവോത്ഥാന മതില് അത് പൊളിഞ്ഞു വീണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ നവോത്ഥാന മതില് പറഞ്ഞ് വലിയ എല്ലാവരെയും അണിനിരത്തിയതാണല്ലോ താങ്കളുടെ പാർട്ടി, താങ്കളുടെ പ്രസ്ഥാനം, താങ്കളുടെ ഇടതു മുന്നണിയൊക്കെ ആയിരുന്നല്ലോ മതില് കെട്ടിയത്. അപ്പോ അതിൽ നവോത്ഥാനം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എന്താ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്? എല്ലാ വിശ്വാസികളെയും, എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും, എല്ലാ ജാതികളിൽപ്പെട്ടവരെയും ഒരുപോലെ കാണുന്ന ഇടതുപക്ഷത്തിന് ഇപ്പോഴെന്താ അയ്യപ്പ ഭക്തരോട് പ്രത്യേക സ്നേഹം തോന്നിയത്, പ്രത്യേക മമത? എന്താണ് അതിന്റെ മൂലകാരണം? അതൊന്നും അറിഞ്ഞപ്പോൾ ഞാൻ അനിലെ ഇടതുപക്ഷം ഇതില് അയ്യപ്പ സംഗമം നടത്തുന്നത് നിങ്ങൾ ആരത്താ പറഞ്ഞത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അവരെ ബോർഡും തീരുമാനിക്കുന്നത് അതിന് കുഴപ്പമെന്താ? BJP സർക്കാർ അതിനെ ഒത്താശ ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നതാരാ? BJP ആണോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഇടതുപക്ഷമല്ലേ? BJPക്ക് തരാം. അല്ല വേണ്ട, നിങ്ങൾക്ക് തരാം, BJPക്ക് തരാം. BJPക്ക് തരേണ്ട വിശ്വാസികളെ ഏൽപ്പിച്ചാൽ മതി. നാളെ കാലത്തോട്ട് അവിടെ പോയി മസിൽ പിടിച്ച് നിൽക്കുന്ന ദേവസ്വം മന്ത്രി VN വാസവൻ അവിടെ നിന്ന് തീർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ, ശബരിമല സന്നിധാനത്ത് നിന്ന് തീർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വാങ്ങി തുടച്ചു കളയുന്ന മുൻ ദേവസ്വം മന്ത്രി, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ ക്ഷേത്ര ഭരണം കൈയാളുന്നത്? വിശ്വാസികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്.